ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ അന്വേഷണം ആരംഭിച്ച ആരോഗ്യവകുപ്പ് യൂറോളജി വിഭാഗത്തിൽ നിന്നും ഉപകരണങ്ങൾ കാണാതായെന്ന ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ DMEയെ ചുമതലപ്പെടുത്തി. അതേസമയം കാണാതായെന്ന് പറയുന്ന മോർസിലേറ്റർ ഉപയോഗിക്കാനുള്ള പരിശീലനം ലഭിച്ചിട്ടില്ലാത്തതിനാൽ മാറ്റിവെച്ചതാണെന്നായിരുന്നു ഡോക്ടർ ഹാരിസിന്റെ പ്രതികരണം. കാണാതായതല്ല, അത് മാറ്റിവെച്ചിരിക്കുകയാണ്. അത് അന്വേഷണ കമ്മീഷൻ അന്ന് നമ്മൾ പറഞ്ഞിരുന്നത്, അത് മാറ്റിവെച്ചിരിക്കുകയാണ്, അത് ഉപയോഗിക്കുന്നില്ല, അത് നമുക്ക് പരിചയമുള്ളതല്ല. ഞങ്ങൾക്ക് 6 ഡോക്ടർമാരുണ്ട്. 6 ഡോക്ടർമാർക്ക് ആർക്കും ഇത് വെച്ച് ഓപ്പറേഷൻ ചെയ്തുള്ള പരിചയമില്ല. അങ്ങനെ പരിചയമില്ലാത്തൊരു ഉപകരണം വെച്ച് ഓപ്പറേഷൻ ചെയ്ത് രോഗികൾക്ക് എന്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? നമ്മളെ പ്രോസ്റ്റേറ്റിനുള്ള ഓപ്പറേഷൻ ഡെയിലി 2-3 വെച്ച് നമ്മളല്ലാതെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓപ്പറേഷൻ ചെയ്ത് വെറുതെ പരിചയമില്ലാത്തൊരു ഉപകരണം വെച്ച് നമ്മൾ ചെയ്ത് അത് പ്രശ്നങ്ങളാക്കണ്ട. പിന്നെ ഉപകരണം മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അംഗീകാരത്തിനൊക്കെ ഇങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ വേണം. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ദേവൻ MP നമുക്കൊപ്പം ചേരുകയാണ്. ദേവൻ, ഉപകരണക്ഷാമമുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. അത് സംസ്ഥാനത്തെ മറ്റ് ആതുരാലയങ്ങളുടെയും അവസ്ഥയാണ് എന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അന്നൊരു വിസിൽ ബ്ലോവർ ആണ് എന്ന വിധത്തിലായിരുന്നു ഹാരിസിനെ സർക്കാർ തന്നെ, ആരോഗ്യമന്ത്രി തന്നെ വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ എന്നാണ്. പിന്നീടാണ് ഇപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് അവിടെ നിന്ന് ഉപകരണങ്ങൾ കാണാനില്ല എന്ന് പറയുന്നത്. പക്ഷേ ഡോക്ടർ ഹാരിസ് തന്നെ പറയുന്നു അത് മാറ്റിവെച്ചതാണ് എന്നുള്ളത്. ആശുപത്രിയിൽ അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ ആ ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായും അത് അതിൻ്റെതായ ഒരു ലെഡ്ജർ ബുക്കിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അത് കണക്ക് അവിടെ ഉണ്ടാകുമല്ലോ, ഉപകരണങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ. എന്താണ് ഇക്കാര്യത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്? സർക്കാരിൻ്റെ നീക്കമെന്ത്? ഡോക്ടർ ഹാരിസിൻ്റെ പ്രതികരണം എന്ത്? വിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തെ പറ്റി ഡോക്ടർ ഹാരിസ് ചിറക്കൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നു. അതിനെ തുടർന്ന് വിവാദങ്ങളെല്ലാം തന്നെ തുടർന്നുണ്ടാകുന്നു. അതിനുശേഷം ആരോഗ്യവകുപ്പ് ഒരു വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഈ ഹാരിസ് ചിറക്കലിൻ്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് അന്വേഷണം വെക്കുന്നു. ഈ വിദഗ്ധ സമിതി നൽകിയ റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ യൂറോളജി വിഭാഗത്തിൽ നിന്നും ഒരു ഉപകരണം, മോർസിലേറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണം കാണാതായി എന്നുള്ളൊരു കണ്ടെത്തൽ ആ റിപ്പോർട്ടിലുള്ള കാര്യം ആരോഗ്യമന്ത്രി പറയുന്നത്. എന്നാൽ ഇന്നലെ വൈകുന്നേരം ഡോക്ടർ ഹാരിസ് ചിറക്കൽ നമ്മളോടെല്ലാം പ്രതികരിക്കുമ്പോൾ പറഞ്ഞിരുന്നത് അത്തരം ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല എന്നും അങ്ങനെ ഒരു ഉപകരണം അവിടെ നിന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. കാരണം എല്ലാ വർഷവും അവിടെ കൃത്യമായി ഓഡിറ്റിംഗ് നടക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു ഉപകരണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് കൃത്യമായും അവിടെ രേഖപ്പെടുത്തുമെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആരോഗ്യമന്ത്രി ഇന്നലെ ഉന്നയിച്ച വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നു ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചത്. പക്ഷേ ഇപ്പോൾ, അതായത് ഇന്ന് രാവിലെ മുതൽ ആണ് ഈ ഡോക്ടർ KV വിശ്വനാഥിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട്, DME ആയിട്ടുള്ള ഡോക്ടർ KV വിശ്വനാഥിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യവകുപ്പ് ഈ കാര്യത്തിൽ ഈ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരായിട്ടുള്ള ഒരു അന്വേഷണം ആരംഭിച്ചത്. ഇതിലിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സൂചനകൾ പ്രകാരം ഈ ഉപകരണം നഷ്ടപ്പെട്ട വിവരം ഡോക്ടർ ഹാരിസ് ചിറക്കലിനും അറിയാമായിരുന്നുവെന്നും അദ്ദേഹം തന്നെയാണ് ഈ വിവരം ഈ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ വകുപ്പിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന കാര്യം കൂടിയാണ് ഈ ഒരു സംഭവത്തിൽ പറയുന്നത്. പക്ഷേ അപ്പോഴും ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇപ്പോൾ നമ്മളോട് രാവിലെ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് ഈ ഉപകരണം അവിടെ നിന്നും കാണാതായതല്ല, ഇത്തരത്തിൽ പുതിയതായി വന്നൊരു ഉപകരണം ഉപയോഗിക്കുന്നതിൻ്റെ പരിശീലനം അവിടുത്തെ ഡോക്ടർമാർക്ക് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പരിശീലനം പൂർത്തിയാകാതെ ആ ഉപകരണം ഉപയോഗിക്കണം എന്നുള്ളൊരു അനുമാനത്തിൽ ആ ഉപകരണം അവിടെ മാറ്റിവെക്കും. അതാണ് ഇക്കാര്യത്തിൽ ഡോക്ടർ ഹാരിസിന്റെ വിശദീകരണം. എന്തായാലും സർക്കാർ അന്വേഷണം പുരോഗമിക്കുകയാണ്.